വെറപ്പ എക്സ്റ്റൻഡഡ് സോങ്, സൂര്യ സാറിന്റെ താണ്ഡവം, സായ ബേങ്കറുടെ കത്തിക്കൽ, എന്റെ പൊന്നോ. ഓ ഈ സീന് ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഇൻട്രോയിന്റെ 4 മിനിറ്റ് പാട്ടിട്ട് കത്തിച്ച് ചാമ്പലാക്കി. അർജയ് ബാലാജി പണി വെച്ചിട്ടുണ്ട്. സത്യം ഇത് തിയേറ്ററിലും ഞാൻ ഫസ്റ്റ് ഷോ കാണുമ്പോൾ സത്യം ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിലാണ് നിങ്ങൾ കണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും. അത് കണ്ടപ്പോൾ തന്നെ ആ ഒരു സീന് വരുന്ന സമയം, അതൊരു ഇൻ്റർവെൽ, ആ ഒരു ടൈം ആൻഡ് സായിയുടെ മ്യൂസിക്, ആ ഒരു അന്തരീക്ഷം, ആ ഒരു കളർ ഗ്രേഡിങ് എല്ലാം പക്കയായിരുന്നു, സെറ്റാണ്. ഈ മിളകിട്ടതിന് ശേഷം ഒരു പൊടിയുണ്ട്, ആൻഡ് അത് തന്നെ ഒരു ക്രിയേറ്റഡ് ആണ്. കണ്ട ആ ഒരു മിളക് സ്വാമി, കറുപ്പ് സ്വാമിക്ക് മിളക് ചതച്ച് അത് കറുപ്പ് ഇട്ട് കൊടുക്കണം, ഇപ്പം ഇതിൽ ഈ കറുപ്പിൽ മിളക് ഇട്ട് കൊടുക്കണം. അതൊക്കെ ഒരു ചെറിയൊരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പച്ചക്ക് ട്രോള് വരുന്നുള്ള സീനായിരുന്നു. പക്ഷെ ഈ സീന് പല ട്രോള് വരുന്നുള്ള സീനുകൾ ഈ പടത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു. അറിവും സായ ബേങ്കറും ചേർന്നാണ് ഈ പാട്ട് പാടിയത്. അറിവ് തന്നെയാണ് ലിറിക്സും കൊടുത്തത്. എക്സ്ട്രാ ഓർഡിനറി ഫൈറ്റ് ഒന്നും പറയാനില്ല, പക്ഷെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പൊട്ടിക്കലുണ്ട്, കാരണം ഫുൾ പൊട്ടിക്കലാണ് ഉള്ളതല്ല, ഫുൾ പൊട്ടിക്കലാണ് ഈ പാട്ട്. അതായത് അവിടെ ഉള്ള എല്ലാം അർജയ് ബാലാജി പൊട്ടിച്ച് ചാമ്പലാക്കി തരിപ്പണാക്കിയിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, വൻപൻ സ്റ്റെൻഡ് ആണെന്നില്ല, പക്ഷെ ആ സ്റ്റെൻഡ് മിനിമൈസ് ചെയ്ത് അത് കാണിക്കേണ്ട രീതിയിൽ ആ ഒരു സ്റ്റെൻഡൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ കത്തി ലോജിക്കില്ലായ്മ, ഇതിൽ നോക്കുവാണെങ്കിൽ കത്തി ലോജിക്കില്ലായ്മയൊക്കെ ഉണ്ട്. കാരണം പിന്നെ ആ ഒരു സെറ്റപ്പ് നോക്കുവാണെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറ്റിക്കളയാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്ക് ബാക്കി നമ്മൾ കൂടുതൽ ആഴ്ന്നിറങ്ങി റിസർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതന്നെ തിയേറ്ററിൽ ഞാൻ കയ്യടിയായിരുന്നു. സീന് അപ്പോ ഇനിയാണ് സീൻ വരാൻ പോകുന്നത്. ഇതില് ഒരുപാട് സ്ലോ മോഷൻ ഉണ്ട്. സൂര്യക്ക് നന്നായി സീന് ഇനി ഒരു സീന്. പാട്ട് മൊത്തം കണ്ടോ, ഇനിയാണ് സീന്. അത് ഒരു ജോണറെ മാറ്റി കളഞ്ഞ ആ ഒരു ഒറ്റ ഒരു സ്വിച്ചുണ്ട്. ആ ഒരു കളർ ഗ്രേഡ് മാറ്റി, ആ ഒരു മോഡ് മൊത്തം മാറ്റി. ഹ്യൂമൻ മോഡൽ ഗോഡ് മോഡായി.
ഈ സീനൊക്കെ തിയേറ്ററിൽ കാണാനായിരുന്നു, എനിക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു, ഗൂസ് ബംസ് ആയിരുന്നു. അതൊരു ഫിക്ഷൻ ഒരു എനിക്ക് വേറെ ഏതോ ഒരു ബ്ലോണർ പറഞ്ഞോടെ അങ്ങനെ ആ ഒരു കാണിക്കുന്നത് ചെയ്യുന്നത് എല്ലാം ആ സീൻ വേണ്ട. ഓ വേറെ വേറെ ഞാൻ പറഞ്ഞില്ലേ വിറപ്പ് എക്സ്റ്റൻഡ് വീഡിയോസും ഇതിന്റെ ഒരു ലൈറ്റ് വേർഷൻ ആയിട്ട് ആദ്യം വിറപ്പാന്നൊരു 1 മിനിറ്റ് അങ്ങനെ സംഭവം ഒരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ആദ്യം റിലീസ് ചെയ്ത ഈ ആൽബത്തിലെ ഒരു ബീജിയം അല്ലെങ്കിൽ പാട്ടെന്ന് പറയുന്നത്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഗോഡ് മോഡ് എന്തോ വരുന്നത്. അതോ അത് രണ്ടാമതാണ് വിറപ്പ് വരുന്നത്, ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ബട്ട് വിറപ്പ് എക്സ്റ്റെൻഡ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. കാരണം ഒരു മാസീവായിട്ട് ഒരു 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 ആ പാട്ടിൽ സൂര്യ കണ്ട ആ ക്ലൈമാക്സ് കണ്ട ഈ വിറപ്പ് എക്സ്റ്റെൻഡ് സോങ്, ഇതാണ് ഒരു ഇന്റർവൽ ടൈമിൽ ഈ ഒരു ഗോഡ് മോഡ് ബിഗിൻസ് എന്ന് വരും. ആ ഒരു ഇന്റർവൽ ടൈമിൽ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ആ സൂര്യ ആ ഒരു എന്നുവെച്ചാൽ ആ ഒരു ബുള്ളറ്റിൽ നിന്ന് വന്ന് ആ ഒരു കളർ ഗ്രേഡ് മാറി ആ റെഡ് കളർ ഗ്രേഡിൽ വരുമ്പോൾ അവിടെ നിന്ന് ഒരു ജോണർ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ, വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന പോലെ, വേറൊരു ഇതിലേക്ക് പോകുന്ന പോലെയൊക്കെയാണ്. ആൻഡ് പടം അത് ഒരു ഫിക്ഷൻ ടൈപ്പ്, ഒരു ഫാൻറ്റസി ടൈപ്പ് തന്നെയാണ് ആ ഒരു സീനൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ഒരു ദൈവം അല്ലെങ്കിൽ ഒരു ദൈവം ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ പിടിച്ചുകൊണ്ട് പോകുന്നു, അതുമാതിരി കാണിക്കുന്നുണ്ട്. പക്ഷികളെ പോലെ ഇങ്ങനെ എല്ലാവരും തൂങ്ങി കിടക്കുന്ന ആ ഒരു എന്താ പറയുക ചങ്ങലയിൽ ദൈവം കുതിരയിൽ പോകുന്നു. അതൊക്കെ നല്ല ഒരു രീതിയിലായിട്ട് മൊത്തത്തിൽ ഈ കറുപ്പ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട പടം. കാരണം കുറേ നാളുകളായിട്ട് ഞാൻ സൂര്യ ഇതുപോലെ ഒരു നല്ലൊരു പടത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ചാണ്. കാരണം പലരും പറയുന്നത് ഇതൊക്കെ ഒരു പടമാണ്, ഇതിലെങ്ങനെ എനിക്ക് പക്ഷേ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഓരോ ആൾക്ക് ഓരോരോ താല്പര്യങ്ങൾ, ഓരോരോ ഇഷ്ടങ്ങളൊക്കെ കാണുമല്ലോ. എനിക്ക് പേഴ്സണലി കറുപ്പ് പടം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് നല്ല രീതിക്ക് എൻജോയും ചെയ്തു. തിയേറ്ററിൽ നല്ല റിവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറുപ്പ് കണ്ടവർക്ക് കറുപ്പ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കൂടെ കമൻറ്റ് ചെയ്യുക. ആൻഡ് വിറപ്പ് എക്സ്റ്റൻഡ് സോങ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നും കൂടെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ബൈ ബൈ ഗൈസ്.